പെർഫ്യൂമറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു 3-4 വീഡിയോ തുടർച്ചയായിട്ട് ചെയ്തിരുന്നു. പെർഫ്യൂമറി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രാൻഡഡ് പെർഫ്യൂംസ് എല്ലാം ഇപ്പോൾ മിക്സിംഗ് പെർഫ്യൂംസ്, ഇൻസ്പയർഡ് പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ നമുക്ക് പെർഫ്യൂംസിനെ കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരൊറ്റ കാറ്റഗറിയുടെ പല പല വേർഷൻസ് ആണെന്ന് പറയുന്നതാണ് എളുപ്പം. ഇപ്പോൾ ഏതൊരു ബ്രാൻഡ് കമ്പനിയും പുതിയ പുതിയ ഇന്നൊവേഷൻസ് ബ്രാൻഡ് കമ്പനികളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഓരോ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള ടീമുകളുണ്ട്. പുതിയ സ്മെല്ലുകൾ കണ്ടെത്താൻ, പുതിയ തരത്തിലുള്ള സ്മെല്ലുകൾ കൂട്ടിച്ചേർക്കാൻ, അവരുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ, നിലവിലുള്ള അവരുടെ ബ്രാൻഡുകളുടെ അതാത് പേരുകൾ. ഇപ്പോൾ 1 മില്യൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ ആ ഒരു സ്മെല്ലിൽ 1 മില്യൺ എന്ന് പറയുന്നത് ഒരു സ്മെല്ലാണ്, ഒരു സ്മെല്ലുള്ള പെർഫ്യൂം അല്ലേ. ജെൻസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് 1 മില്യൺ. അതുപോലെ ലേഡി മില്യൺ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലേഡീസ് വേർഷൻ ഉണ്ട്. അപ്പോൾ അത് നിർമ്മിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് പാക്കോ റബ്ബാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അവർക്ക് വളരെയധികം വാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഏരിയ തന്നെയുണ്ട്. പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവരുടെ ഉണ്ട്, ബാഗുകളടക്കം, ഇപ്പോൾ പെർഫ്യൂമിൻ്റെ തന്നെ മറ്റു വെറൈറ്റികളടക്കം, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇതേപോലെ ഓരോ ബ്രാൻഡുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോക്കലായിട്ട് ഇപ്പോൾ ഒരാളൊരു പെർഫ്യൂം നിർമ്മിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒരു സ്മാൾ സ്കെയിൽ ലെവലിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാർജ് സ്കെയിൽ ലെവലാണ് യഥാർത്ഥത്തിൽ ഒരു ബ്രാൻഡ് ചെയ്യുന്നത്. അത്രയേ ഇതിന് മാറ്റമുള്ളൂ. പിന്നെ അവരുടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. സ്മോൾ സ്കെയിലുകാരൻ വളരെ ചെറിയ തരത്തിൽ ഇത് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ ഇൻസ്പയർഡ് വേർഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതും അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നതും മറ്റുമൊക്കെ. അത്തരത്തിലാണ് നമുക്ക് പെർഫ്യൂമിനെ അല്ലെങ്കിൽ പെർഫ്യൂമറിയെ സമീപിക്കാൻ എളുപ്പം. പുതിയ പ്രോഡക്ട്സുകളുമായിട്ട് പരിചയപ്പെടുക, ഈ ഒരു മേഖല തന്നെ പരിചയപ്പെടുക, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് വീഡിയോകളിൽ പറയാൻ കഴിയുള്ളൂ. മുഴുവൻ കാര്യങ്ങളും നമുക്ക് റിവീൽ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ല. അതിന് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ ഇതേപോലെ മുൻകൈ എടുത്ത് ചെയ്യുന്ന ഇതേപോലുള്ള ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി ഈ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഇതിൽ താല്പരമായ ആളുകളെ, പലർക്കും ഇതിൽ താല്പര്യം കാണില്ല. ഇതൊരു ക്രേസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പെർഫ്യൂമറി എന്ന് പറയുന്നത്, ഇനി മറ്റൊരു ബിസിനസ് ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഈ ഒരു പെർഫ്യൂം ബിസിനസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആകുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. ചിലപ്പോൾ പലരും പല ജോലികൾക്കിടയിലൊക്കെയാണ് ഇത്തരം വീഡിയോകൾ കാണുന്നുണ്ടാവുക. അപ്പോൾ താല്പര്യത്തിന് വേണ്ടി ജസ്റ്റ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ അപ്രോച്ച് ചെയ്തേക്കാം. പക്ഷേ അതിനകത്ത് കൃത്യമായ ഒരു വിഷനോ ഒന്നും അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു താല്പര്യം കണിശമായിട്ട് ഉണ്ടാവുക, നമുക്ക് കുറച്ച് സമയം ഉണ്ടാവുക, ചെറിയൊരു ഫണ്ട് നമുക്കിതിന് ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇതേപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് അതിന് ആവശ്യമായ ട്രെയിനിങ് നമ്മൾ നൽകുന്നതാണ്. അതിനുള്ള കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കാര്യങ്ങൾ പൊതുവായി ജനറലായിട്ട് ഇത് നമുക്കിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെയാണ് എപ്പോഴും നമുക്ക് ഇതിനെപ്പറ്റി പറയാനാവുക. വാസ്റ്റ് ആയിട്ടോ വൈഡായിട്ടോ നമുക്കിത് പറഞ്ഞ് ഒരു വീഡിയോയിലും തീർക്കാൻ പറ്റില്ല. നമ്മളാകെ ചെയ്യുന്ന 5-6 മിനിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഒരിക്കലും നമുക്കൊരു പെർഫ്യൂമറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പറഞ്ഞു തീർക്കാനാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ തൽപരരായിട്ടുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. വളരെ വൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖല തന്നെയാണ് പെർഫ്യൂമറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ പോയിൻ്റ് ബേസിൽ, അതായത് നമ്മൾ കൃത്യമായി ഒരു 10 കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് ഓരോ ഘട്ടവും കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രെയിനിങ് എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ടിപ്പുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്പം കൂടി എന്താ പറയുക വിശാലമായിട്ട് പറയുകയാണെങ്കിൽ 10 കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഈ ട്രെയിനിങ് പ്രോസസ്സിനെ എന്താ പറയുക തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ പോയിന്റുകളായിട്ട് കൃത്യമായ ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടുക, ഓരോ ഇൻഗ്രീഡിയൻസും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ നന്നായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി, മാസീവ് ക്വാണ്ടിറ്റി ആയിട്ട് ഇതിൽ വരുന്ന ഐറ്റം എന്താണെന്ന് പരിചയപ്പെടുക, അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഐറ്റംസ് എല്ലാം എങ്ങനെ അവൈലബിൾ ആകും അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളടക്കം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ, ഈ ഒരു ഡ്യൂറേഷൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു മിക്സിങ്ങിലേക്കും ബ്ലെൻഡിങ്ങിലേക്കും അതേപോലെ ബോട്ടിലിങ്ങിലേക്കും അതേപോലെ തന്നെ ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്ന അവസാന ഘട്ടത്തിലേക്കും കിടക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു രീതി അതാണ്. ആ തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൃത്യമായും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. കൃത്യമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ,
ഇന്ത്യയിലാണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലാണെങ്കിലും നിലവിലെ സ്ഥിതിയിൽ പലതരം റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അത് അതിജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ GCCയിൽ നമുക്കിത് എവിടെ ചെയ്യുന്നതിനും നിലവിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ ഇതിനുള്ള ലൈസൻസും സംവിധാനങ്ങൾ ഇപ്പോൾ UAE പോലുള്ള രാജ്യത്തേക്കാണെങ്കിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ഓപ്പണാണ് മാർക്കറ്റ്. അത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ലൈസൻസിങ്ങും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ഇത് സൗദി പോലെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു മേഖലയാണ് പെർഫ്യൂമറി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള രൂപത്തിലുള്ള ഒരു ശ്രദ്ധയും അല്പസമയവും ചെറിയൊരു ഫണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് മേഖലയിൽ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റും. A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് കേട്ടോ. ആ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും.